ഹായ്, NN ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 3 ഫ്ലേവറിലുള്ള പോപ്കോണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരമൽ പോപ്കോൺ, ഹണി പോപ്കോൺ ആൻഡ് മസാല പോപ്കോൺ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് നന്നായി ചൂടാക്കിയെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് കോണും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. കോൺ ചൂടായി വരുന്ന സമയം നമുക്ക് അടപ്പ് വെച്ച് അടയ്ക്കാം. അന്നേരത്തേന് ഈ കോൺ പൊട്ടി പോപ്കോണായിട്ട് എങ്ങനെ വരും. പോപ്കോൺ ഇവിടെ റെഡിയായി. അടുത്ത് നമ്മൾ കാരമൽ പോപ്കോണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. അതിനായി ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് കാരമൽ ചെയ്തെടുക്കാം. കാരമൽ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അധികം കരിഞ്ഞു പോകരുത്. ഈ കളർ ചേഞ്ച് ആകുന്ന സമയം തന്നെ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടറും കൂടെ നന്നായി മെൽറ്റ് ആയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. അന്നേരം ആ സിറപ്പ് ഒരു സോഫ്റ്റ് ഇതായിട്ട് വരും. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പോപ്കോൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ പോപ്കോണിലും ഈ കാരമൽ പിടിക്കണം. അങ്ങനെ കാരമൽ എല്ലാത്തിലും ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. പാനിൽ നിന്ന് മാറ്റി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതായത് അത് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിതെടുത്ത് സെപ്പറേഷൻ ചെയ്തിടാം. ഈ കാരമൽ ആയതുകൊണ്ട് എല്ലാം കൂടെ ഒട്ടിയായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതായത് നല്ല സ്വീറ്റായിട്ടുള്ള കാരമൽ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹണി പോപ്കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് കൊടുക്കുക. അത് രണ്ടും മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ 1/4 കപ്പ് കോൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഹണി, അതായത് 1.5 ടേബിൾ സ്പൂൺ ഹണിയോളം അതിലൊഴിച്ച് കൊടുക്കണം. അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കോൺ ചൂടായി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. കോൺ ചൂടായി ഇതാ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പോപ്കോൺ ഇവിടെ റെഡിയായി. അത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് എടുത്തു വെക്കാം. അടുത്തതായി മസാല പോപ്കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിൽ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് ഈ മിക്സ് അതിലിട്ട് ഇളക്കിയെടുക്കണമായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇളക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ആ ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പോപ്കോൺ ഇതിലിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. പോപ്കോൺ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഉപ്പിട്ടതിനാൽ നമുക്കിതിലൊന്നും ഉപ്പിടേണ്ട ആവശ്യമില്ല.
അങ്ങനെ മസാല പോപ്കോണും ഇവിടെ റെഡിയായി. 3 ഫ്ലേവറിലുള്ള പോപ്കോണുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.